എസ്.എൻ.ഡി.പിയുമായി പ്രാദേശിക തലത്തിൽ ഉപാധികളോടെയുള്ള ധാരണ മാത്രമേ ഉള്ളൂവെന്ന് വി മുരളീധരൻ. സംസ്ഥാന വ്യാപകമായി എസ്.എൻ.ഡി.പിയുമായി ഒരു ധാരണയുമില്ല. കോഴിക്കോട് കോർപ്പറേഷനിലും ചില ജില്ലാ പഞ്ചായത്തുകളിലും ബി.ജെ.പി എസ്.എൻ.ഡി.പി ധാരണയുണ്ട്. എസ്.എൻ.ഡി.പി നിർദ്ദേശിക്കുന്നവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ബി.ജെ.പി പിന്തുണയ്ക്കും. ചലച്ചിത്ര സംവിധായകൻ അലി അക്ബർ കോഴിക്കോട് കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാകും. തിരുവനന്തപുരത്ത് ബി.ജെ.പിയെ വി രാജേഷ് നയിക്കും. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ 414 കോർപ്പറേഷൻ വാർഡുകളിലേക്കും 331 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി നിർണയം ബി.ജെ.പി പൂർത്തിയാക്കി. എസ്.എൻ.ഡി.പി യോഗവുമായി ചില ജില്ലകളിൽ പ്രാദേശിക ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വി മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലെ 3 വാർഡുകളിൽ എസ്.എൻ.ഡി.പി ബി.ജെ.പി സഹകരണമുണ്ട്. ചില ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ധാരണയായിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന തലത്തിൽ എസ്.എൻ.ഡി.പി ബി.ജെ.പി സഹകരണം ഉണ്ടായിരിക്കില്ല. ഉപാധികളോടെ പ്രാദേശിക തലത്തിൽ മാത്രമായിരിക്കും സഹകരണമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു ധാരണയിലെത്തണം എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങൾ തമ്മിൽ നടത്തിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലും എത്തിയിട്ടില്ല. ഞങ്ങളും പറഞ്ഞിട്ടില്ല എല്ലാ സ്ഥലത്തും എസ്.എൻ.ഡി.പിയെ ഞങ്ങൾ പിന്തുണച്ചുകൊള്ളാം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 42 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ബി.ജെ.പി പൂർത്തിയാക്കി. സംസ്ഥാന വക്താവ് വി രാജേഷ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നും ജനവിധി തേടും. ചലച്ചിത്ര സംവിധായകൻ അലി അക്ബർ കോഴിക്കോട് കോർപ്പറേഷനിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയാകും. ഇരുവരെയും മേയർ സ്ഥാനാർത്ഥികളായി ബി.ജെ.പി പരിഗണിക്കും. കോഴിക്കോട് CPM അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞിരിക്കുന്ന VKC മുഹമ്മദ് കോയക്കെതിരായിട്ട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തകനായിട്ടുള്ള അലി അക്ബറാണ്. എസ്.എൻ.ഡി.പി ബി.ജെ.പി ധാരണ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് വി മുരളീധരൻ ശ്രമിച്ചത്. NSSുമായി ചർച്ച നടത്താനും ബി.ജെ.പി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.